സെക്രട്ടറി ഡോക്ടർ എ ജയത്തിലൊക്കെ തുടങ്ങിയവരെല്ലാം തന്നെ അദ്ദേഹത്തിന് യാത്രാമൊഴി പറയാനും നൽകാനുമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഉണ്ട്. ചില പ്രേക്ഷകരൊക്കെ പറയുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ മകൻ വി എ അരുൺകുമാർ 30 ദിവസം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളം അണിചേരുകയും എന്നാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്ന അരുൺകുമാർ എന്ന മകന് ഒരു സല്യൂട്ട് നൽകണം എന്നാവശ്യപ്പെടുന്ന പ്രേക്ഷകരുമുണ്ട്. തീർച്ചയായിട്ടും ഈ പട്ടം SVT ആശുപത്രിയിലെ 30 ദിവസങ്ങളിലും അരുൺകുമാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു മകൻ്റെ ചുമതലകളും ധാർമ്മിക ബാധ്യതകളുമെല്ലാം നിറവേറ്റി അച്ഛന് ഒപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു മകൻ അരുൺകുമാർ. വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പുറത്ത് മഴ പെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു കണ്ണീർ മഴ പോലെ ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ജനസാഗരം കണ്ണും കരളുമായി തങ്ങൾ സൂക്ഷിച്ച നേതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ ഗ്രൗണ്ടിന് പുറത്ത് അനേകായിരങ്ങൾ കൂടി നിൽക്കുകയാണ്. ഇവർക്കൊക്കെ എപ്പോഴാണ് ഈ ദർശനം കിട്ടുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ, ഇപ്പോൾ പുറത്ത് മഴയുടെ ശക്തി കുറഞ്ഞോ? എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് കനത്ത മഴയാണ്. റിക്രിയേഷൻ ഗ്രൗണ്ട് യഥാർത്ഥത്തിൽ ഇത് വെള്ളക്കെട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വെള്ളക്കെട്ടിലൂടെയാണ് ഈ ആളുകളൊക്കെ VSനെ അവസാനമായി കാണാൻ പോകുന്നത്. ഈ ക്യൂ എവിടെയാണ് അവസാനിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഇതങ്ങ് റോഡിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ക്യൂ ആണ്. അത് എവിടെ അവസാനിക്കും എന്ന് നമുക്ക് അറിയില്ല. ഈ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴാണ് ഇനി VSനെ കാണാൻ പറ്റുക എന്ന് നമുക്കറിയില്ല. നിങ്ങളൊക്കെ കുറേ നേരമായോ ഈ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്? 6 മണിക്കൂറോ? 6 മണിക്കൂറായിട്ട് ഇങ്ങനെ നിൽക്കുക? 12 ഞങ്ങൾ നിൽക്കുന്ന ഇടുക്കി കട്ടപ്പന. കട്ടപ്പനയിൽ നിന്ന് വന്നാണ്. 6 മണിക്കൂറായി ക്യൂവിൽ നിൽക്കുന്നു. ഇത് ആ സമയത്ത് ഇത്രയും വൈകുമെന്ന് അറിഞ്ഞിരുന്നു. വൈകാൻ ഇതിലും വൈകും എന്ന് തന്നെ ഞങ്ങൾ അറിഞ്ഞിരുന്നു. എത്ര രാത്രി ആയാലും കാണാൻ സൗകര്യങ്ങളെ ഞങ്ങൾ കണ്ടെത്തേ പോകുള്ളൂ. ഒരു നോക്ക് കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതാഭിലാഷം. തീർച്ചയായിട്ടും അതെ, ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് വരുന്നവരാണ് ഞങ്ങളെല്ലാവരും. കുറേ പേര്, ബാക്കി ആളുകൾ ഇവിടെയുള്ളവർ, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ട്. കൃത്യമായിട്ട് അങ്ങനെ അറിയത്തില്ല. ഈ മഴയും കൂടെ കാര്യമായിട്ട് പെയ്യുന്നുണ്ടല്ലോ. മഴയൊന്നും മഴ നനഞ്ഞ ആളാ അദ്ദേഹം. ഇതിലും വലിയ മഴകൾ അതൊരു പ്രശ്നമല്ല. ഈ ഒരു മഴ ഞങ്ങൾക്ക് പ്രശ്നമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ. അപ്പൊ എങ്ങനെയാണ് അങ്ങോട്ട് അടുത്ത് ചെല്ലേണ്ടതെന്നുള്ള അറിയത്തില്ലാത്ത അവസ്ഥയായി. മുന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. എതിലെയാണ് ക്യൂ എന്നും അറിയത്തില്ല. അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. അവിടെ അങ്ങ് വരെ ഞാനിവിടെ ലോക്കല്ല തന്നെ ചേർത്തലക്കാരനാണ്. VS ആയിട്ട് VS എൻ്റെ വീട്ടിൽ 2 ദിവസം ഉണ്ടായിരുന്നുള്ള AKG ഉൾപ്പെടെ 64 പാർട്ടി പിളരുന്നതിന് മുമ്പായിട്ടുള്ള ഒരു യോഗം എൻ്റെ വീട്ടിൽ വെച്ച് നടന്നതാണ്. അന്ന് 2 നാൾ VSും ഗൗരിയമ്മ, സുശീല ഗോപാലൻ, AKG ആദ്യ ദിവസം റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ട് അങ്ങ് പോയി. എനിക്കന്ന് 11 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് എൻ്റെ വീട്ടിൽ 2 ദിവസം ഉണ്ടായിരുന്നു. 2 ദിവസം ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് യോഗമെല്ലാം കഴിഞ്ഞ് പാർട്ടിക്കൊന്നും പേരായിട്ടില്ല, CPM എന്ന് പേര് വന്നിട്ടില്ല. അതിന് മുമ്പുള്ള സമയത്ത് ആ സമയത്ത് അന്നൊരു ചൈരി വിരിക്കുന്ന ഒരു ജാപ്ര വീട്ടിലുണ്ടായിരുന്നു. അതിനകത്ത് വെച്ച് ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ നിലത്തിരുന്നു. നിങ്ങളുടെ ഓർമ്മകളിൽ അതൊക്കെ ഇങ്ങനെ നിത്യഹരിതമായി നിൽക്കുന്നു. എനിക്ക് 11 വയസ്സുള്ളപ്പോൾ നടക്കുന്ന സംഭവമാണ്. എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു അത്. VSനെ ഒരു നോക്കം കാണുക. ഇടയ്ക്ക് കാണുമ്പോൾ സംസാരിച്ചിട്ടുണ്ടോ ഇക്കാര്യം? ഇല്ല, ഞങ്ങൾ പറയാനൊന്നും അവസരം കിട്ടിയിട്ടില്ല. എന്നാലും കണ്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല പരിപാടിക്കായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ലോക്കൽ കമ്മിറ്റി ആവശ്യം വരുമ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മത്സരിച്ച സമയത്ത് മാരാരിക്കുളത്ത് മത്സരിച്ച സമയത്തൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ആ ലെവലിലോട്ടൊന്നും നമ്മൾ വന്നിട്ടില്ല. നൂറിനാട് VSുമായിട്ട് മണിക്കൂറുകളായി കാണാനായിട്ട്. പെരുമരയായാലും VSനെ കണ്ടിട്ടേ ഞങ്ങൾ പോകത്തില്ല. ഇതിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ഉണ്ടാവും. ഞങ്ങളുടെ മനസ്സിൽ എന്നും അദ്ദേഹത്തിനൊരു സ്ഥാനം ഉണ്ടാവും. അങ്ങനെയാണ് VSനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്.
വി എസിനെ പറ്റി വി എസിന്റെ നാട്ടുകാരായിരുന്നവര് വി എസിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒപ്പം ചേർന്നവര് ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘം എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ വാക്കാണ്. എനിക്ക് തോന്നുന്നത് എത്രയോ ആയിരങ്ങൾ ഇതാ ഈ വരിയായി വി എസിനെ അവസാനമായി കാണാൻ അകത്തേക്ക് പോവുകയാണ്. പക്ഷേ അവർക്ക് എപ്പോഴാണ് ഇനി വി എസിനെ കാണാൻ കഴിയുക എന്നറിയില്ല. പക്ഷേ ആ ജനക്കൂട്ടം ഇങ്ങനെ ഒരു വലിയ ഒരു നിരയായി ഈ പ്രധാനപ്പെട്ട കവാടത്തിനുള്ളിലൂടെ അകത്തേക്ക് പോവുകയാണ്. ആ ദൃശ്യങ്ങളിൽ അത് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. എവിടുന്നാണ് താങ്കൾ വരുന്നത്? ഒരുപാട് സമയം, മണിക്കൂറുകളായി. എന്നാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. എങ്ങനെയാണ് വി എസുമായിട്ടുള്ള ഒരു നേരിട്ട് വി എസിനെ അറിയാവുന്ന ആളുകൾ കാണും, വി എസിന്റെ രാഷ്ട്രീയത്തിലുണ്ട്, വി എസ് സമരത്തിൽ അതിനൊപ്പം ഉണ്ട്. അതിലേത് ഗണത്തിലാണ് താങ്കൾ? ഞാൻ വി എസ് പാർട്ടിയുടെ കാണുന്ന, ഞാൻ സി.പി.എം സെക്രട്ടറിയാണ്. അപ്പോൾ ആ ഒരു ഇത് ഞാൻ വി എസിനെ കാണുന്നത്. വി എസ് നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ സമര നേതാവാണ്. ആ നേതാവിനെ കാണാൻ വേണ്ടി വന്നതാണ്.